നമസ്കാരം. ഡൽഹി തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ നരേന്ദ്രമോദി വിദേശ പര്യടനത്തിന് ഇപ്പോൾ തിരിച്ചിരിക്കുകയാണ്. നിലവിൽ പാരീസിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉച്ചകോടിയിലും അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ട്രംപുമായി കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി വിദേശ പര്യടനത്തിന് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. നിലവിൽ പാരീസിൽ ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷം അമേരിക്കയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവന് ഭീഷണിയുണ്ടാകുന്ന തരത്തിൽ ഒരു മുന്നറിയിപ്പ് ലഭിച്ചതായി മുംബൈ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സഞ്ചരിക്കാൻ, അതായത് നരേന്ദ്രമോദിക്ക് രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഒക്കെ സഞ്ചരിക്കാനായിട്ട് ഒരു പ്രത്യേക വിമാനമുണ്ട്. ആ വിമാനത്തിന്, അതായത് നരേന്ദ്രമോദി പാരീസിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന വഴി ആ വിമാനത്തിന് ഭീകരാക്രമണ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ഭീഷണി ലഭിച്ചതായി മുംബൈ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായാണ് പോലീസിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഫോൺ വന്നത്. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായി മുംബൈ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ മുംബൈ പോലീസിന്റെ സ്പെഷ്യൽ ടീമും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ സുരക്ഷാ വിഭാഗമായ SPGയും ഇതിൽ ഗൗരവമായി തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കൂടാതെ ഖലിസ്ഥാൻ വാദികളടക്കം അമേരിക്കയിൽ ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിലും അതോടൊപ്പം ഗുർപ്രീത് സിംഗ് പന്നൂർ അടക്കം നരേന്ദ്രമോദിക്ക് നേരെ വധഭീഷണി ഉയർത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് ഔദ്യോഗികമായ ഒരു സന്ദർശനത്തിനായി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വിമാനത്തിന് നേരെ ഭീകരവാദികൾ ആക്രമണം നടത്താൻ സാധ്യത ഉണ്ട് എന്നായിരുന്നു മുന്നറിയിപ്പ്. മുംബൈ പോലീസിന്റെ കൺട്രോൾ റൂമിലേക്കാണ് ഫോൺ കോൾ ലഭിച്ചത്. വിവരങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ചെമ്പൂർ പ്രദേശത്ത് നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇയാൾ മാനസിക രോഗിയാണെന്നാണ് പോലീസ് പറയുന്നത്. എങ്കിലും പോലീസ് ഇതിനെ ഒരു നിസ്സാരമായിട്ട് കാണാൻ തയ്യാറായിട്ടില്ല. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് എത്തുന്നത്. ഡൊണാൾഡ് ട്രംപ് 2ാം തവണയും പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനമാണിത്. സന്ദർശനത്തിനിടെ ട്രംപുമായും പ്രത്യേക ഉദ്യോഗസ്ഥ തലത്തിലും ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ട്രംപുമായുള്ള ചർച്ചകളിൽ നാടുകടത്തൽ വിഷയം ഉന്നയിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ശേഷിക്കുന്ന ഇന്ത്യക്കാരെ കൊണ്ടുവരുമ്പോൾ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടാനാണ് മോദി ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. മോദിയുടെ ആവശ്യം ട്രംപ് കേൾക്കുമെന്ന് തന്നെയാണ് വ്യക്തം. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.